നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. ഗതകാല സ്മരണകളായി വിറക്കാൻ ചമ്പക്കുളം ചുണ്ടൻ വിശ്രമത്തിലേക്ക്. രാജകീയ ആതിഥ്യമൊരുക്കി തിരുവനന്തപുരം ടെക്നോ പാർക്ക്. സഹകരണവുമായി ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക്. കൃഷി, വിദ്യാഭ്യാസ, വാഹന വായ്പകൾക്ക് പലിശയിളവ്. ഗവൺമെന്റ് ചീഫ് വിപ്പിന്റെ കോലം പമ്പയാറ്റിൽ പ്രതീകാത്മക പ്രതിഷേധവുമായി നീലംപേരൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. വാർത്തകൾ വിശദമായി. ചമ്പക്കുളം ചുണ്ടന് വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ. കുട്ടനാടിന്റെ ജലരാജാവിന് രാജകീയ വിശ്രമ കേന്ദ്രമായി വിവര സാങ്കേതിക വിദ്യാ കേന്ദ്രം ഒരുങ്ങി. കുട്ടനാടിന്റെ ആവേശവും വള്ളംകളി പ്രേമികളുടെ ഹൃദയത്തുടിപ്പുമായിരുന്ന ചമ്പക്കുളം ചുണ്ടൻ ഇനി വിശ്രമവേളയിലേക്ക്. ഇന്നലകളുടെ രാജകീയ പ്രൌഢിയായി വിറക്കാൻ സർക്കാർ വക ടെക്നോ പാർക്ക് മ്യൂസിയം. 1974 കോയിൽമുക്ക് നാരായണനാചാര്യയുടെ തച്ചുശാസ്ത്ര മികവിൽ പിറവികൊണ്ടതാണ് ജലോത്സവങ്ങളിലെ ഈ നിത്യവസന്തമായിരുന്ന ചുണ്ടൻ. വേമ്പനാടിന്റെ പമ്പയുടെ ഓളപ്പരപ്പിൽ മിന്നൽ പിണറായി പാഞ്ഞ വള്ളപ്പാട് വേഗത്തിൽ ലക്ഷ്യം കാണുന്ന ചാട്ടുളി. നെഹ്റു ട്രോഫിയിൽ 2 തവണ ഹാട്രിക് അടക്കം 8 തവണ നെഹ്റുവിന്റെ കയ്യൊപ്പുള്ള ട്രോഫിയുമായി മടങ്ങിയ യോദ്ധാവ്. ജന്മനാട്ടിൽ മൂലം കളിക്ക് 3 ഹാട്രിക് അടക്കം 10ഓളം വിജയഭേരികൾ. 51.25 കോൽ നീളവും 54 അങ്കുലം വീതിയുമുള്ള ചുണ്ടനിൽ 105 തുഴക്കാരും 11 നിലക്കാരും 5 അമരക്കാരുമടക്കം 121 പോരാളികളുമായാണ് ചമ്പക്കുളം പമ്പയാറ്റിൽ പയറ്റി തെളിഞ്ഞത്. ചമ്പക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് ഇബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജേക്കബ് ജെ മാപ്പിളശ്ശേരി, ജെസി ജോജി, ജോർജ് മാത്യു പഞ്ഞിമരം, അഡ്വക്കേറ്റ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വള്ളംകളി പ്രേമികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് ചമ്പക്കുളം ചുണ്ടന് യാത്രയയപ്പ് നൽകിയത്. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക് വായ്പാ നിരക്കിൽ ഇളവ് വരുത്തി. 140 കോടി 50 ലക്ഷം രൂപയുടെ വായ്പാ നയമാണ് നടപ്പ് സാമ്പത്തിക വർഷം ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ 58ാമത് വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് നളന്ദ ഗോപാലകൃഷ്ണനാണ് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചത്. കൃഷി, കയർ, മത്സ്യകൃഷി മേഖലകൾക്കുൾപ്പെടെ പുതിയ വായ്പാ നയം സഹായകരമാകും. സാധാരണ വായ്പ 5 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമായും, ഭവന വായ്പ 15ൽ നിന്നും 20 ലക്ഷമായും, വിദ്യാഭ്യാസ വായ്പ 4ൽ നിന്നും 5 ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട്. സ്വർണ്ണ വായ്പ 7.5% നിന്ന് 10%മായും ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ടൂറിസം, കെട്ടിട സമുച്ചയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും താരതമ്യേന പലിശ കുറഞ്ഞ വായ്പകൾ നൽകും. കോട്ടപ്പുറം പ്രഭാകരൻ, KN സേതു മുഹമ്മദ്, N ഉപേന്ദ്രൻ, G വേണുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 2010-14 വർഷത്തേക്കുള്ള ബഡ്ജറ്റ്, വായ്പാ പ്രോഗ്രാം, വായ്പാ നയം, ബൈലോ ഭേദഗതി നിർദ്ദേശങ്ങൾ, ബാങ്കിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി എടുത്തിട്ടുള്ള നടപടികളുടെ അംഗീകാരം എന്നിവയാണ് ഇന്നത്തെ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചിട്ടുള്ളത്. ഇവയും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വാർഷിക റിപ്പോർട്ട് പൊതുയോഗ നോട്ടീസിനോടൊപ്പം എല്ലാ അംഗങ്ങൾക്കും ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ 2013-14 വർഷത്തേക്ക് തയ്യാറാക്കിയ വായ്പാ നയവും പ്രവർത്തന ലക്ഷ്യങ്ങളും അംഗസംഘ പ്രതികളുടെ അറിവിലേക്കായി അവതരിപ്പിക്കുന്നു. 2010-13 കാലയളവിലെ പ്രവർത്തനങ്ങളെയും കണക്കുകളെയും സംബന്ധിച്ച് റിപ്പോർട്ടിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റ 10/2/2013 മുതലുള്ള പ്രവർത്തനങ്ങളെയും ഭാവി പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് ഞാൻ പ്രധാനമായും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ ഭരണസമിതി ബാങ്കിന്റെ ഭരണമേറ്റെടുക്കുമ്പോൾ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ആശങ്കാജനകമായ നിലയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. തെരുവ് നായയുടെ വില പോലുമില്ലാത്ത PC ജോർജിന്റെ ജൽപ്പനങ്ങൾക്ക് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയുമല്ല മറുപടി നൽകേണ്ടത്. അതിനുള്ള കഷായം നൽകാൻ ബൂത്ത് മണ്ഡലം തലത്തിലുള്ള നേതാക്കൾ തന്നെ ധാരാളമാണെന്ന് കോൺഗ്രസ് നീലംപേരൂർ മണ്ഡലം പ്രസിഡന്റ് ബോബൻ തയ്യിൽ. നീലംപേരൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PC ജോർജിന്റെ കോലം പമ്പയാറ്റിൽ പ്രതീകാത്മകമായി കെട്ടിത്താത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബോബൻ തയ്യിൽ.
തോളിലിരുന്ന് ചെവി തിന്നുന്ന PC ജോർജ് ഗവൺമെന്റ് ചീഫ് വിപ്പ് സ്ഥാനത്ത് തുടരുന്നത് മലയാളികൾക്ക് ആകെ അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാർ, യൂത്ത് കോൺഗ്രസ് മാവേലിക്കര പാർലമെന്റ് പ്രസിഡന്റ് സജി ജോസഫ്, M. മോഹൻദാസ് തുടങ്ങിയവർ പ്രതീകാത്മക സമരത്തിന് നേതൃത്വം നൽകി. ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സംയുക്തമായി ആലപ്പുഴയിൽ സെമിനാർ സംഘടിപ്പിക്കും. തിങ്കളാഴ്ച പകൽ 3-ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സെമിനാർ G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രസിഡന്റ് എലിസബത്ത് ജോർജ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് നടക്കും. സംസ്ഥാന പട്ടികവർഗ വികസന കോർപ്പറേഷൻ ദേശീയ ധനകാര്യ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന ആദിവാസി ശിക്ഷാ റിൻ യോജന പദ്ധതി പ്രകാരം സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PhD ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സാങ്കേതിക കോഴ്സുകളിൽ പഠിക്കുന്ന മിടുക്കരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 18-നും 35-നും മധ്യേ. വാർഷിക കുടുംബ വരുമാനം ഗ്രാമവാസികൾക്ക് 81,000 രൂപയും നഗരവാസികൾക്ക് 1,04,000 രൂപയും കവിയരുത്. തിരഞ്ഞെടുക്കുന്ന കോഴ്സ് UGC, AICTE, AIBMC, ICMR തുടങ്ങിയ ബന്ധപ്പെട്ട ഏജൻസികൾ അംഗീകരിച്ചതായിരിക്കണം. പരമാവധി 5 ലക്ഷം രൂപ വരെ നിബന്ധനകൾക്ക് വിധേയമായി നൽകും. കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യമായ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കണം. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരത്തിനും പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ചെറുകിട വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ബാങ്കുകൾ നടപടി സ്വീകരിക്കണമെന്നും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ അത്തരം സംരംഭങ്ങളോട് മുഖം തിരിച്ചും നിൽക്കരുതെന്നും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, സംസ്ഥാന കൃഷി വകുപ്പ്, SD കോളേജ് ബോട്ടണി വിഭാഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള കാർഷിക വ്യവസായിക പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക വൃത്തിയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനും നിലവിലുള്ളവർക്ക് കൈത്താങ്ങാകാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. നെല്ലിന് 18 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചത് കർഷകർക്ക് ഏറെ ആശ്വാസമായി. നാളികേര പുനരുദ്ധാരണ പദ്ധതിയിൽ ഇത്തവണ ആലപ്പുഴയെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ ജില്ലയിലെ പാചകവാതക വിതരണക്കൂലി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം അടുത്ത മാസമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ. കൂലി വർദ്ധിപ്പിക്കണമെന്ന വിതരണക്കാരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിതരണക്കാരും ഏജൻസികളുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിതരണക്കൂലി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആ കമ്മിറ്റിയിലെ പ്രതിനിധികളുമായി വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനം കൈക്കൊള്ളാമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാതല കമ്മിറ്റി രൂപീകരിക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. വിതരണക്കാരുടെ പ്രതിനിധികളും തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളും അടങ്ങുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറായിരിക്കും. ജില്ലാ സപ്ലൈ ഓഫീസറാണ് കൺവീനർ. യോഗത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ L. സരസ്വതിയമ്മ, ജില്ലാ ലേബർ ഓഫീസർ VN. വിജയകുമാർ, വിതരണക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നേവിയുടെ INS നിർദ്ദേശക് എന്ന കപ്പൽ ഡീകമ്മീഷൻ ചെയ്യുന്നതിനാൽ അതിൽ ജോലി ചെയ്തിട്ടുള്ള ഓഫീസർമാർ 9226762443 9901732626 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. MEGയിൽ നിന്ന് വിരമിച്ച 2ാം ലോകമഹായുദ്ധ സേനാനികൾ, പ്രത്യേക പരിഗണനാർഹമായ അംഗവൈകല്യം സംഭവിച്ച സേനാനികൾ, പ്രത്യേക സാമ്പത്തിക സഹായം ആവശ്യമുള്ള യുദ്ധവിധവകൾ എന്നിവർ തങ്ങളുടെ പക്കലുള്ള മിലിറ്ററി രേഖകളുമായി ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഹാജരാകണം. ചെങ്ങന്നൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ റദ്ദായ ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തി അത് പുതുക്കാൻ ഡിസംബർ 31 വരെ അവസരം. 1993 ജനുവരി 1 മുതൽ 2013 നവംബർ 26 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടവർക്കാണ് അവസരം ലഭിക്കുക. കൂടുതൽ വിവരം ചെങ്ങന്നൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ലഭിക്കും. ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഫിഷിംഗ് വില്ലേജ് ടോയ്ലറ്റ് നിർമ്മാണ പദ്ധതികളിലേക്ക് ജില്ലയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കരട് അർഹതാ പട്ടിക പ്രസിദ്ധപ്പെടുത്തി. ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും മത്സ്യഭവനുകളിലും പട്ടിക പരിശോധിക്കാം. പരാതികളും ആക്ഷേപങ്ങളും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഡിസംബർ 27-നകം നൽകണം. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലെ അംഗങ്ങൾ ബാങ്ക് അക്കൌണ്ട് നമ്പർ, ക്ഷേമനിധി അംഗത്വ കാർഡ്, 40 രൂപ രജിസ്ട്രേഷൻ ഫീസ്, മറ്റ് അനുബന്ധ രേഖകൾ സഹിതം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഡിസംബർ 31 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ജനുവരി 1 മുതൽ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൌണ്ട് മുഖേനയേ ലഭ്യമാകുകയുള്ളൂ എന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന രസീത് അംഗങ്ങൾ സൂക്ഷിക്കണം. മുഖ്യമന്ത്രിയുടെ 2ാം ഘട്ട ജനസമ്പർക്ക പരിപാടിയുടെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഡിസംബർ 23 നടത്താൻ നിശ്ചയിച്ചിരുന്ന യോഗം 26ലേക്ക് മാറ്റി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ 3:30 യോഗം. ബന്ധപ്പെട്ട ഓഫീസർമാർ പങ്കെടുക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ JSSK പദ്ധതി പ്രകാരം ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് അംഗീകൃത ലബോറട്ടറികളിൽ നിന്നും കൊട്ടേഷനുകൾ ക്ഷണിച്ചു. രജിസ്ട്രേഷനുള്ള സ്ഥാപനത്തിന് മുൻഗണന. താൽപര്യമുള്ള സ്ഥാപനങ്ങൾ ഡിസംബർ 30 11 മണിക്ക് മുൻപ് കൊട്ടേഷൻ നൽകണം. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന് ഡിസംബർ 24 രാവിലെ 10 പത്തനംതിട്ട മുനിസിപ്പൽ ടൌൺ ഹാളിൽ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കൺസൾട്ടന്റ് മെഡിസിൻ തസ്തികയിൽ നിയമനത്തിന് ഡിസംബർ 27 രാവിലെ 10:30 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത ജനറൽ MD തത്തുല്യം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. മാസം 50,000 രൂപ പ്രതിഫലം ലഭിക്കും. MD മെഡിസിൻ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ MBBS ബിരുദധാരികളെയും പരിഗണിക്കും. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 10 മണിക്ക് ഹാജരാകണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് JB കോശി ഡിസംബർ 23 പത്തനംതിട്ട സർക്കാർ അതിഥി മന്ദിരത്തിൽ സിറ്റിംഗ് നടത്തും. പത്തനംതിട്ട ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ തൊഴിലവസരങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത വിമുക്ത ഭടന്മാരുടെ കരട് സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആക്ഷേപങ്ങൾ ജനുവരി 20 മുമ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർക്ക് സമർപ്പിക്കണം.
വെളിയനാട് പുത്തൻപുര കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെളിയനാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പ് മരുന്ന് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പി പത്മനാഭൻ നായർ അധ്യക്ഷത വഹിച്ചു. ആർ രാജഗോപാലൻ, സുശീല മത്തൻ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ വിക്കിപീഡിയ സംഗമോത്സവത്തിന്റെ പ്രധാന സമ്മേളനം നടന്നു. രാധ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ CS തോമസ് ഐസക് MLA മുഖ്യാതിഥിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ, വിഷ്ണുവർദ്ധൻ, അഡ്വക്കേറ്റ് TK സുബിൻ, TP അബ്ദുൾ ഹക്കീം, AR മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. Agendas, sometimes true, sometimes false, sometimes motivated. So if we thought that we could arrive at knowledge or have a dip into knowledge, a peep into knowledge through the mainstream news media, I think we have to think again. വിക്കിപീഡിയ സമൂഹം തയ്യാറാക്കിയ CD-യുടെ പ്രകാശനവും നടന്നു. ക്രിസ്മസ് കാലം അധ്യാപകർക്കും കുട്ടികൾക്കും ദുരിതകാലമായി. ക്രിസ്മസ് പടിവാതിൽക്കൽ എത്തിയിട്ടും സ്കൂൾ കുട്ടികൾക്ക് അരിയില്ല, യൂണിഫോമില്ല, അധ്യാപകർക്ക് ശമ്പളവുമില്ല. ഉത്സവകാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് 5 കിലോ അരി വീതം സൌജന്യമായി നൽകിയിരുന്ന പതിവ് ഇത്തവണ തെറ്റി. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്ന കാര്യം പോലും സർക്കാർ ഇതുവരെ ആലോചിച്ചിട്ടില്ല. നായനാർ സർക്കാർ തുടങ്ങിവെച്ച പദ്ധതി UDF സർക്കാർ അധികാരത്തിൽ എത്തിയതു മുതലാണ് തകിടം മറിഞ്ഞത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഓണം ക്രിസ്മസ് കാലത്ത് മാത്രമാണ് സ്പെഷ്യൽ അരി വിതരണം ചെയ്തത്. ഇതുതന്നെയാണ് സൌജന്യ യൂണിഫോമിന്റെയും സ്ഥിതി. കഴിഞ്ഞ വർഷം വരെ SSA ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ സ്കൂളിലെ 8ാം തരം വരെയുള്ള ആൺകുട്ടികൾ ഒഴികെയുള്ളവർക്ക് 2 ജോഡി യൂണിഫോം നൽകിയിരുന്നു. ഈ അധ്യയന വർഷാരംഭത്തിനു മുമ്പ് പദ്ധതി സ്വകാര്യ സ്കൂളുകളിൽ ഉൾപ്പെടെ സർക്കാർ നേരിട്ട് നടപ്പാക്കും എന്നും പ്രഖ്യാപിച്ചു. എന്നാൽ അതും വിവാദത്തിൽ മുങ്ങിയതോടെ മുൻവർഷങ്ങളിലെ പോലെ പ്രഥമാധ്യാപകരെ പണമേൽപ്പിക്കുവാൻ തീരുമാനിച്ചു. 400 രൂപയ്ക്ക് 2 ജോഡി യൂണിഫോം വാങ്ങി തയ്പ്പിക്കാൻ കഴിയാത്തതിനാൽ അധ്യാപകരും പദ്ധതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് അവധിക്ക് ഡിസംബർ മാസത്തെ ശമ്പളം അഡ്വാൻസായി നൽകുന്ന പതിവും ഇത്തവണ തെറ്റി. ജനുവരി 1 നൽകുന്ന ശമ്പളം 8 ദിവസം മുൻപ് നൽകുന്നതുകൊണ്ട് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നില്ല. എന്നിട്ടും അഡ്വാൻസ് 25% മാത്രമായി പരിമിതപ്പെടുത്തി. 1% സ്ഥാപനങ്ങൾ മാത്രമാണ് അഡ്വാൻസിനായി ട്രഷറിയിൽ ബിൽ നൽകിയിരിക്കുന്നത്. വിവിധ പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർക്കും സർക്കാർ തീരുമാനം ക്രിസ്മസിന്റെ നിറം കെടുത്തുമെന്ന് ഉറപ്പായി. ശബരിമല ഉന്നതാധികാര സമിതി അംഗീകരിച്ച 5 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള മലിനജല ശുദ്ധീകരണശാലയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ചീഫ് സെക്രട്ടറി EK ഭരത്ഭൂഷൺ പറഞ്ഞു. മരക്കൂട്ടം സന്നിധാനം ക്യൂ കോംപ്ലക്സ് മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തി നടപ്പാക്കും. ശബരിമല സന്നിധാനത്ത് ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് കുന്നാർ ഡാമിൽ ഉയരം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയ ശേഷം തീരുമാനിക്കും. 25 കോടി രൂപ ചെലവിൽ പമ്പ ഹിൽ ടോപ്പിൽ 20 ദശലക്ഷം ശേഷിയുള്ള ജലശുദ്ധീകരണശാല സ്ഥാപിക്കുന്നതിന് ജല അതോറിറ്റി പ്രപ്പോസൽ തയ്യാറാക്കും. വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിൽ ചില ബാങ്കുകൾ കർശന നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് പറഞ്ഞു. റാന്നി, ചിറ്റാർ തുടങ്ങിയ ഉൾനാടൻ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇതുമൂലം ഉപരിപഠനത്തിന് തടസ്സം നേരിടുന്നതായി വിദ്യാഭ്യാസ വായ്പ സംബന്ധിച്ച അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് അദ്ദേഹം പറഞ്ഞു. മൊത്തം 70% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിന് 60% ഇല്ലെങ്കിൽ ചില ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നില്ല. ഇത് ഒഴിവാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. യോഗത്തിൽ 66 പരാതികളിൽ നടപടി സ്വീകരിച്ചു. ചരമവാർത്തകൾ. ചമ്പക്കുളം പൂന്നിച്ചിറ വീട്ടിൽ മറിയാമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10-ന് ചമ്പക്കുളം കൊണ്ടാക്കൽ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. ചെമ്പുമുറം നെല്ലിശ്ശേരി വീട്ടിൽ ഓമന രാമചന്ദ്രൻ നിര്യാതയായി. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനഗിരി കണ്ടുകൃഷി പുത്തൻചിറ വീട്ടിൽ കമലമ്മ ചെല്ലപ്പൻ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുന്നക്കുന്നത്ത് തുരുത്തിൽ ശാരദ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതകാല സ്മരണകളായി വിറക്കാൻ ചമ്പക്കുളം ചുണ്ടൻ വിശ്രമത്തിലേക്ക്. രാജകീയ ആതിഥ്യമൊരുക്കി തിരുവനന്തപുരം ടെക്നോ പാർക്ക്. സഹകരണവുമായി ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക്. കൃഷി, വിദ്യാഭ്യാസ, വാഹന വായ്പകൾക്ക് പലിശയിളവ്. ഗവൺമെന്റ് ചീഫ് വിപ്പിന്റെ കോലം പമ്പയാറ്റിൽ പ്രതീകാത്മക പ്രതിഷേധവുമായി നീലം പേരൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.